സാധാരണ ബസ് ഉടമസ്ഥർ സമരം ചെയ്യുന്നത് പൊതുവായിട്ടൊരു ധാരണ എന്ന് പറയുന്നത് ബസ് ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ള ഡിമാൻഡോടുകൂടിയാണ്. പക്ഷെ ഞങ്ങൾ ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിനെതിരായിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്രക്ഷോഭം എന്ന് പറയുന്നത്. ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിനെതിരെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇത് നിലനിന്ന് പോകണമെങ്കിൽ വിദ്യാർത്ഥികളുടെ ചാർജ് കാലോചിതമായുള്ള ഒരു വർധനവുണ്ടെങ്കിൽ മാത്രമേ ഈ വ്യവസായം മുമ്പോട്ട് പോവുകയുള്ളൂ. നിങ്ങൾക്കറിയാം, 5 രൂപ 6 രൂപ 1 ലിറ്റർ ഡീസലിന് വിലയുള്ള കാലത്താണ് വിദ്യാർത്ഥികളുടെ ചാർജ് 1 രൂപ എന്ന് നിജപ്പെടുത്തിയത്. ഇന്ന് 1 ലിറ്റർ ഡീസലിന് 97 രൂപ 98 രൂപ വില വന്നപ്പോൾ 60%, 50-ന് മുകളിൽ 60% വിദ്യാർത്ഥികൾ മാത്രം യാത്ര ചെയ്യുന്ന സ്വകാര്യ ബസ്സുകാർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തതുപോലെ ഏതാണ്ട് 100 വിദ്യാർത്ഥികൾ കയറിയാൽ മാത്രമേ 1 ലിറ്റർ ഡീസൽ അടിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ 90-100 ലിറ്റർ ഡീസൽ അടിച്ച് നടത്തുന്ന ഈ വ്യവസായം എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് നിങ്ങളൊന്ന് ആലോചിക്കാം. കാരണം മാധ്യമം എപ്പോഴും ഞങ്ങൾക്കെതിരായി ധാരാളം വാർത്തകൾ കൊടുക്കുന്നത് ഞങ്ങൾക്കത് വിഷമമില്ല. കാരണം ഒരു പബ്ലിക് സംവിധാനമാകുമ്പോൾ എപ്പോഴും ഞങ്ങൾക്കെതിരായിരിക്കും മാധ്യമങ്ങളുടെ വാർത്തകൾ. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന പ്രധാന കാര്യം വിദ്യാർത്ഥികളുടെ ചാർജിൽ കാലോചിതമായ മാറ്റം വരുത്തണം. എത്രയോ വർഷങ്ങളായി ഇത് കൂട്ടുന്നതിൽ സർക്കാർ വിമുഖത കാണിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേരളത്തിലെ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പത്രങ്ങളിലെല്ലാം വായിച്ചതാണ്, 503 റൂട്ട് സർക്കാർ നോട്ടിഫൈ ചെയ്തു. ഏതാണ്ട് 1006 പെർമിറ്റുകൾ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു. ഈ 1006 പെർമിറ്റ് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പെർമിറ്റുകൾ ഏതാണ്ട് 300 പെർമിറ്റുകൾ സർക്കാർ പിടിച്ചെടുത്തു. 140 കിലോമീറ്ററിൽ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അത് പിടിച്ചെടുത്തു. അതിന്റെ കേസ് ഹൈക്കോടതിയിൽ നടക്കുകയാണ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഞങ്ങൾക്ക് അനുകൂലമായി, ബസ്സുകാർക്ക് അനുകൂലമായി വിധി വന്നു. സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി അത് ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തിരിക്കുക. മറ്റൊരു രീതിയിൽ 140 കിലോമീറ്റർ വരെയുള്ള പെർമിറ്റുകൾ ലിമിറ്റഡ് സ്റ്റോപ്പായി കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. ഈ പിങ്ക് കളർ അടിച്ച ബസ്സുകൾ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെയും ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു. 1997 തൊട്ട് തുടർച്ചയായി കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ഞങ്ങളെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൽ നിരവധിയായ നോട്ടിഫിക്കേഷനുകൾ ഇറക്കി. അവസാനം ആ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ പെൻഡിംഗ് ആണ്. ഒരുപാട്